Good morning, my dear students. Welcome to my YouTube channel, Love of Learning. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 11 ബിസിനസ് സ്റ്റഡീസ് ആണ്. CBSE-യിലുള്ള എല്ലാ മക്കൾക്കും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാം ടൈമിനും അതുപോലെ തന്നെ ഡെയിലി റുട്ടീനും ഒക്കെ നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് പോരണം കേട്ടോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ് ആണ്. ഇവിടെ നമുക്ക് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ചാർട്ട് കാണാം. ഈ ഇന്ത്യൻ എക്കണോമിയെ പബ്ലിക് സെക്ടർ എന്നും പ്രൈവറ്റ് സെക്ടർ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ പബ്ലിക് സെക്ടറിനെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എന്നും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നും ഗവൺമെന്റ് കമ്പനീസ് എന്നും അഗൈൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് സെക്ടറിനെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി, കോപ്പറേറ്റീവ്, കമ്പനി, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി കമ്പനിയെ പബ്ലിക് കമ്പനി എന്നും പ്രൈവറ്റ് കമ്പനി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് വാട്ട് ഈസ് ദ പബ്ലിക് സെക്ടർ. ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും മാനേജ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഉടമസ്ഥതയിൽ വരുന്ന എല്ലാ എന്റർപ്രൈസസുകളെയാണ് നമ്മൾ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്, സൊസൈറ്റിക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ലക്ഷ്യം. ഇനി ഇവരുടെ ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ റെയിൽവേസ്, LIC, പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം പബ്ലിക് സെക്ടറിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിനെയാണ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ അണ്ടറിൽ വരുന്നത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് നമ്പർ 1, സെക്കൻഡ് 1 പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് തേർഡ് 1 government companies. So these are the forms of public sector enterprises. You can see some examples here. Number 1, Post and Telegraph. Second, Reserve Bank of India and ITI Limited, Indian Telephone Industry. So now we are going to discuss about each one. Number 1, departmental undertakings. So what is the departmental undertakings? Departmental undertakings എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെയാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗവൺമെന്റുകളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ കീഴിലായിരിക്കും. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വഴിയായിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യൻ റെയിൽവേസ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാം, ഓൾ ഇന്ത്യ റേഡിയോ ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം ആണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. നമ്പർ 1, ഫണ്ടിങ്. അതായത് നമുക്ക് എവിടെ നിന്നാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന് ഫണ്ട് കിട്ടുന്നത്? അതായത് ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ നിന്നാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന് ഫണ്ട് കിട്ടുന്നത്. അവരുടെ ഒരു വാർഷിക വിഹിതത്തിൽ നിന്നും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന് ഫണ്ട് കൊടുക്കുന്നു. ഇനി അവര് റവന്യൂ ഏൺ ചെയ്തത് കഴിഞ്ഞാലും ഈ റവന്യൂസ് എല്ലാം ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ ആണ്. അതായത് നമുക്കറിയാം എല്ലാ ഓർഗനൈസേഷൻസും എൻഡ് ഓഫ് ദി ഇയർ ആകുമ്പോൾ ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് അല്ലെ. അപ്പൊ ഒരു ഓഡിറ്റർ ഓർഗനൈസേഷനിൽ വരികയും ആ ഓഡിറ്റർ അക്കൗണ്ട്സ് എല്ലാം ഓഡിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന്റെ കേസിലാണെങ്കിൽ ഓഡിറ്റിംഗ് ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഗവൺമെന്റ് അതിന് ഒരു കൺട്രോൾ കൊണ്ടുവരികയും ഗവൺമെന്റ് തന്നെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ ഓഡിറ്റിംഗ് നടത്തുകയായിരിക്കും. അതായത് ഗവൺമെന്റ് സ്റ്റാഫുകളായിരിക്കും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ ഓഡിറ്റിംഗ് നടത്തുന്നത്. ഇനിയാണ് എംപ്ലോയീസ് എപ്പോഴും ആര് തന്നെയാണ്? അവര് ഗവൺമെന്റ് സർവൻസ് ആണ്. ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവര് ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും.
ഗവൺമെന്റിന്റെ സാലറി വാങ്ങുന്നവരായിരിക്കും ഇവരുടെ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇനി ഇവര് നമ്മുടെ മിനിസ്ട്രിയുടെ കൺട്രോളിലായിരിക്കും. മിനിസ്ട്രിക്ക് ഡയറക്റ്റ് കൺട്രോൾ ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിൽ മേല് ഉണ്ടായിരിക്കും. അത് പിന്നെ പറയാനുള്ളതാണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഗവൺമെന്റിന്റെ മിനിസ്ട്രിയോട് അവർക്ക് റെസ്പോൺസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന് ഉണ്ടായിരിക്കും. ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് വെച്ചപ്പോ? ഞാൻ പറഞ്ഞത് ഇത് എഡിറ്റ് ചെയ്യാൻ അറിയാവോ ലാസ്റ്റ്?